ഗുഡ് മോർണിംഗ് സേതു. നിരവധി വാർത്തകൾ പല പത്രങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകൾ കാണാം. ഇത് നമുക്കത് ചില വാർത്തകൾ പറയുമ്പോൾ വളരെ സങ്കടമുള്ള വാർത്തകളുള്ള ദിവസം കൂടിയാണ്. മാതൃഭൂമി അവരുടെ ഒന്നാമത്തെ തലക്കെട്ടാക്കി വെച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ചോരക്കളി എന്നാണ്. UAE-യുടെ 2 എണ്ണ ടാങ്കർ ഇറാൻ ആക്രമിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തിരിക്കുന്നത്. ആഗോള എണ്ണ നീക്കത്തിലെ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണവും കപ്പൽ നീക്കവും സംബന്ധിച്ച തർക്കത്തിൽ പശ്ചിമേഷ്യ സംഘർഷഭരിതം എന്നാണ്. ഒരു ഇന്ത്യൻ നാവികൻ മരിച്ചു എന്നുള്ള കാര്യം കൂടി മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. കുതിച്ച് എണ്ണവില, ബ്രന്റ് ക്രൂഡ് വില വീപ്പയ്ക്ക് 87.31 എന്ന നിലയിലേക്ക് ഉയർന്നു, ഡോളർ എന്ന നിലയിലേക്ക് ഉയർന്നു. വർധന 5% വരെ എന്നുള്ള കാര്യം കൂടി മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ പറയുന്നുണ്ട്. വീക്ഷണം പത്രം പറയുന്നത് ആഗോള ആശങ്ക എന്നാണ്. ഇറാൻ അമേരിക്ക യുദ്ധം രൂക്ഷമാകുന്നു. എണ്ണക്കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം, ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു, 6 ഇന്ത്യൻ നാവികർക്ക് പരിക്ക്, ബഹ്റൈനിലും ആക്രമണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ആഗോള ആശങ്ക എന്ന് വീക്ഷണം ഒന്നാം പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ചന്ദ്രികയിൽ ആ വാർത്ത പറയുന്നത് ഹോർമൂസ് കലുഷിതം എന്നാണ്. UAE എണ്ണ ടാങ്കറുകൾ ആക്രമിച്ച് ഇറാൻ, ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു, ഇന്ത്യക്കാരുൾപ്പെടെ 9 പേർക്ക് പരിക്ക്, ഇറാൻ നഗരങ്ങൾ ആക്രമിച്ച് US താവളങ്ങൾക്ക് നേരെ തിരിച്ചടിച്ച് ഇറാൻ എന്നിങ്ങനെ വീണ്ടും സംഘർഷഭരിതമാകുന്ന യുദ്ധഭീതിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് എന്ന് ചന്ദ്രികയും അവരുടെ ഒന്നാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ഒരു മലയാളി ബഹിരാകാശത്തേക്ക് പോയതുമായി ബന്ധപ്പെട്ടാണ്. അത് അനിലായനം എന്നാണ് അതിന് ദേശാഭിമാനി ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ആകാശം താണ്ടി അനിലായനം എന്ന് അവർ കൊടുത്തിരിക്കുന്നത്. അനിൽ മേനോനും സംഘവും സോയൂസ് പേടകത്തിലേക്ക് കയറുന്നതിന് മുൻപുള്ള ഒരു ചിത്രവും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദേശാഭിമാനിയുടെ ഹെഡ്ലൈൻ കൊണ്ടാണ് ഞാൻ ആ വാർത്ത ആദ്യം പറഞ്ഞത്. പക്ഷേ മനോരമ അതിനൊരു ഫുൾ സ്പ്രെഡ് വാർത്തയായി നൽകിയിട്ടുണ്ട്. ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളിയായി ഡോക്ടർ അനിൽ മേനോൻ, മല്ലു സ്പേസ് എന്നാണ് മനോരമ അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിന് 8 മാസം അനിലിൻ്റെ വീട് ബഹിരാകാശ നിലയവുമായി പേടകം ബന്ധിപ്പിച്ചത് രാത്രി 11:30. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വലിയ വലിപ്പത്തിലാണ് ആ വാർത്ത മനോരമ ഇന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചന്ദ്രികയിലും ആ ഹെഡ്ലൈനുണ്ട്. അത് അനിലാകാശം എന്നാണ്. വേണമെങ്കിൽ ആ നിലാകാശം എന്നും വായിക്കാവുന്ന തരത്തിൽ ചന്ദ്രികയും വളരെ രസകരമായൊരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. അനിലാകാശം എന്നാണ് ചന്ദ്രിക അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. കേരള കൗമുദിയുടെ ഹെഡ്ലൈൻ എനിക്ക് അത്രത്തോളം ആകർഷകമായി തോന്നാത്തൊരു ഹെഡ്ലൈനാണ്. മലയാളി മേനോന് പ്രപഞ്ച വണക്കം എന്നാണ് കേരള കൗമുദി അതിന് ഇന്ന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇനി വീണ്ടും ഇന്നലെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത് ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ സ്പെയിൻ ഫൈനലിലേക്ക് എന്നുള്ള വാർത്ത മാതൃഭൂമി ഇന്ന് അവരുടെ ഒന്നാമത്തെ പേജിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാത്രി 12:30 ആരംഭിച്ച കളി ഏതാണ്ട് 2 മണിയോട് അടുത്ത് ആ സമയം വരെ അതിന് ശേഷവും ആ വാർത്ത വളരെ കൃത്യമായി ഒന്നാമത്തെ പേജിൽ പ്ലേസ് ചെയ്യാൻ മാതൃഭൂമിക്ക് കഴിഞ്ഞു. മനോരമ അതിന് പകരമായി നൂറ്റാണ്ടിൻ്റെ പോരാട്ടം, ഇന്ന് നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം എന്ന വാർത്തയിൽ നിൽക്കുമ്പോൾ മാതൃഭൂമി അതിന് സ്പെയിൻ ഇന്നലെ ഏറ്റവും ഒടുവിലത്തെ അത്രയും അപ്ഡേറ്റഡ് ആയി തന്നെ മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നതും ശ്രദ്ധേയമാണ്. മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ നൂറ്റാണ്ടിൻ്റെ പോരാട്ടം എന്ന നിലയ്ക്ക് മെസ്സി കെയിൻ എന്ന നിലയ്ക്ക് മാത്രമായി അവർ ആ വാർത്തയെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്നലെ വന്നു എന്നുള്ളതാണ്. മാതൃഭൂമിയിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് ഒന്നാമത്തെ പേജിൽ തന്നെ റെഡ് കാർഡ് എന്നാണ്. LDF-ൽ ഒറ്റയ്ക്ക് നീങ്ങാൻ CPI എന്നുള്ളൊരു വാർത്ത മാതൃഭൂമിയിൽ ഇന്ന് ഇടം പിടിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണിയിൽ CPIയും തമ്മിൽ ഭിന്നതയിലേക്ക് മാറി. രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ CPI നിർവാഹക സമിതി യോഗത്തിൻ്റെ തീരുമാനം എന്നുള്ള കാര്യം മാതൃഭൂമി അവരുടെ ഒന്നാമത്തെ പേജിൽ ഒരു വാർത്ത കൂടിയായി കൊടുക്കുന്നുണ്ട്. ജനയുഗം വരുമ്പോൾ ജനയുഗം പറയുന്നത് മുഖ്യമന്ത്രി VD സതീശൻ സർവാധികാരി എന്നാണ്. മന്ത്രിമാർക്ക് കൂച്ചിവിലങ്ങിടാൻ പ്രത്യേക സമിതി, നേതൃത്വം ചീഫ് സെക്രട്ടറിക്ക്, മാതൃക നരേന്ദ്രമോദി എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃകയിൽ തൻ്റെ ഓഫീസിനെ സമ്പൂർണ്ണ അധികാര കേന്ദ്രമാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ പതിവില്ലാത്ത വിധം എല്ലാ വകുപ്പുകളുടെയും കീഴിലുള്ള പദ്ധതി നിർവഹണം നിരീക്ഷിക്കാനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിക്ക് രൂപം നൽകി എന്നുള്ള കാര്യം ജനയുഗം അവരുടെ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേശാഭിമാനി മറ്റൊരു വാർത്ത പറയുന്നത് CMDRF-ന് പൂട്ട് എന്നാണ്. ചികിത്സാ സഹായത്തിന് കമ്മീഷൻ രാജ് 1.5 മാസം വിതരണം ചെയ്തത് 9.62 കോടി രൂപ
വരുമ്പോൾ മാത്രം സഹായം വാഗ്ദാനം ചെയ്ത് പോസ്റ്ററും നോട്ടീസും ഇറക്കി കോൺഗ്രസ് പ്രവർത്തകർ എന്നതാണ്. അതായത് ഈ CMDR ഫണ്ട് സഹായത്തിന് വേണ്ടി പോസ്റ്റർ നോട്ടീസും ഇറക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ എന്ന് ആരോപിച്ചുകൊണ്ട് ദേശാഭിമാനി അത്തരത്തിലൊരു വാർത്ത അവരുടെ ഒന്നാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മംഗളം പത്രത്തിലുള്ള വാർത്ത തൂഫാനെ തുണയ്ക്കാൻ തമിഴ്നാട് എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെ കാണും എന്നുള്ള വാർത്ത മംഗളം പത്രം അവരുടെ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായി അവർ കൊടുത്തിരിക്കുന്നത് ആ വാർത്തയാണ്. സുപ്രഭാതം പത്രം മറ്റൊരു വാർത്ത ഒരു പ്രധാനപ്പെട്ട തലക്കെട്ടാക്കുന്നുണ്ട്. അത് തലകുനിച്ച് ജനാധിപത്യം എന്നാണ്. ജയിലിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് BJP കൗൺസിലർ 10 മിനിറ്റ് ചടങ്ങിന് ശേഷം വീണ്ടും സെല്ലിൽ എന്നാണ്. അഴിക്കുള്ളിൽ അധികാരമേറ്റ് R സുഗതൻ എന്നൊരു വാർത്ത കൂടി ഇന്ന് മംഗളം പത്രത്തിലും ആ വാർത്തയുണ്ട്. അഴിക്കുള്ളിൽ അധികാരമേറ്റ് എന്നാണ് അവർ അതിന് ഹെഡ്ലൈൻ എന്നതും ശ്രദ്ധേയമാണ്. സുപ്രഭാതം പത്രത്തിന് ശേഷം മാതൃഭൂമി പത്രത്തിലേക്ക് വീണ്ടും പോയാൽ അതിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട 2 വാർത്തകളുണ്ട്. അതിലൊന്ന്, മന്ത്രിക്ക് പോലും രക്ഷയില്ല എന്നാണ്. ഓൺലൈൻ അതിക്രമം, മുഖമില്ലാതെ എൻ്റെ ശരീരം മാത്രം പകർത്തി എന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞ കാര്യം ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MLAക്ക് വ്യാജ ഓഫർ, മന്ത്രിയാക്കാം 3 കോടിക്ക് എന്നൊരു ഹെഡ്ലൈനുണ്ട്. 2 മന്ത്രി ഹെഡ്ലൈനുകളാണ്. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്ന് ഒരു ഫോൺ വന്ന കാര്യമാണ്. അത് കോഴിക്കോട് നിന്ന് അത്തരത്തിലൊരു വാർത്ത. TK ബാലനാരായണൻ്റെ ബൈലൈനോടുകൂടി അത്തരത്തിലൊരു വാർത്ത കൂടി മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഒരു ഉൾപേജിലൊരു വാർത്തയുണ്ട്. അത് മനോരമ പത്രത്തിലും അതിൻ്റെ വേറൊരു ഡീറ്റെയിൽ ഉണ്ട്. ഇത് കുറേ കൂടെ അനലിറ്റിക്കലായൊരു വാർത്തയാണ്. അത് നാണക്കേടിൽ BJP ഐക്യവും പൊളിഞ്ഞു എന്നാണ്. ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെ വിവാദങ്ങളുടെ വേലിയേറ്റം BJPയിൽ വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അടിക്കടി ഉണ്ടായ വിവാദ ചുഴിയിൽപ്പെട്ട് BJPയിലെ ഐക്യ നീക്കവും പൊളിഞ്ഞു. കോർപ്പറേഷനിൽ കൗൺസിലർമാർ സത്യപ്രതിജ്ഞയ്ക്ക് കാട്ടിയ ഹൈന്ദവതയുടെ പേരിലുള്ള അമിതാവേശം മുതൽ ഫണ്ട് തിരിമറി വരെ നീണ്ട വിവാദം പാർട്ടിക്കുണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല. ഭിന്നിച്ചു നിന്ന നേതാക്കളെ ഒരു കുടക്കീഴിലാക്കാനുള്ള ശ്രമം ഇതോടെ പാഴായി. രാജീവ് ചന്ദ്രശേഖരനെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജിൽ ആ വാർത്ത ഉള്ളത്. ഇതിന് ശേഷം മറ്റൊരു വാർത്ത മനോരമയിലുണ്ട്. അത് നിർമ്മിത ബുദ്ധിയിൽ മുന്നറിയിപ്പുമായി വിദഗ്ധർ എന്നുള്ളൊരു വാർത്തയാണ്. മനോരമയ്ക്ക് ഇന്ന് 2 ഒന്നാം പേജുകളുണ്ട്. അതിൽ രണ്ടാമത്തെ ഒന്നാം പേജിലാണ് ആ വാർത്തയുള്ളത്. നിർമ്മിത ബുദ്ധിയുടെ ആഘാതം, മുന്നറിയിപ്പുമായി വിദഗ്ധർ. തുറന്ന കത്തിൽ ഒപ്പുവെച്ച് 16 നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ 200-ലേറെ വിദഗ്ധർ എന്നുള്ള കാര്യമാണ്. നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കാൻ പോകുന്ന സാമ്പത്തിക ആഘാതത്തെയും തൊഴിൽ നഷ്ടങ്ങളെയും കുറിച്ച് ശക്തമായ മുന്നറിയിപ്പുമായി പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ കത്തെഴുതിയിരിക്കുന്നതെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്ത, പൗരത്വ അപേക്ഷകളിൽ സുപ്രീം കോടതി യാന്ത്രികമായി പൗരത്വം നിഷേധിക്കരുത്, തെളിവ് പരിശോധിച്ച് ഉറപ്പാക്കണം എന്ന് ഇന്നലെ സുപ്രീം കോടതി വ്യക്തമാക്കിയ ബന്ധപ്പെട്ട വാർത്തയും അവരുടെ രണ്ടാമത്തെ ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് മനോരമ. ഇതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലുകളാണ് ഇന്ന് പ്രധാനമായി എല്ലാ പത്രങ്ങളിലുമുള്ളത്. ദീപിക ആ എഡിറ്റോറിയലായി പറയുന്നത് ഇങ്ങനെയാണ്: പൗരത്വത്തിന് രേഖയില്ല, പൗരർക്ക് സമാധാനവും എന്നാണ്. വിലക്കയറ്റവും അയോധ്യയെ പോലും വിഴുങ്ങുന്ന അഴിമതിയുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ജനങ്ങളോട് ആദ്യം പോയി പൗരത്വം തെളിയിക്കാൻ പറയുന്ന സ്ഥിതിയാണ്. എങ്ങനെ തെളിയിക്കുമെന്ന് ആർക്കും അറിയില്ല. ക്രൂരമായ നിസ്സംഗതയ്ക്കൊത്ത ഇടപെടൽ കോടതികളിൽ നിന്ന് പോലും ഉണ്ടാകുന്നില്ല എന്ന് ദീപിക എഡിറ്റോറിയലിൽ പറയുന്നു. ആസാമിൽ 27 വ്യക്തികളെ വിദേശികളായി പ്രഖ്യാപിച്ചത് ശരിവെച്ച ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കിയപ്പോൾ ആശ്വസിച്ചവർ 27 ലക്ഷത്തിന് മുകളിലാണ്. കാരണം ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് എന്നുള്ള കാര്യം പറയുന്നു. അത് ആ കാര്യമാണ് ദീപിക ഒന്നാം പേജ് അവരുടെ എഡിറ്റോറിയൽ പേജിൽ പറയുന്നത്. മാതൃഭൂമിയും സമാനമായ എഡിറ്റോറിയൽ അവരും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. രാഷ്ട്രം ജനതയെ സംശയിക്കുമ്പോൾ എന്നാണ് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. പൗരത്വം എന്നത് ഭയം ജനിപ്പിക്കുന്ന ഒരു സങ്കല്പനമായി മാറി തീർന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. ഹിതകരമല്ലാത്ത സ്ഥിതിവിശേഷമാണ് അത്. ഒരാൾ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ പൗരൻ എന്ന് തെളിയിക്കുന്നത് എങ്ങനെ സാധിക്കുമെന്ന് എന്നത് ചോദ്യചിഹ്നമായിരിക്കുകയാണ്. നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ട് പോലും ഒരു രേഖയല്ലാതായി മാറുന്ന കാലത്ത് എങ്ങനെ ജീവിക്കാനാകും എന്നുള്ള കാര്യമാണ് മാതൃഭൂമി ചോദിക്കുന്നത്. അതിന് രാഷ്ട്രം ജനതയെ സംശയിക്കുമ്പോൾ എന്ന് പറയുന്നു. മാധ്യമം അവരുടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ഈ യുദ്ധം ഇനി തുടർന്നുകൂടാ എന്നാണ്. സ്വന്തം രാജ്യത്ത് ജനാഭിപ്രായം
വൻതോതിൽ തനിക്കെതിരെ ഉയരുന്നതെങ്കിലും ഓർത്ത് ട്രംപ് വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങുമെന്ന പ്രതീക്ഷയ്ക്ക് പോലും പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. തോന്നുമ്പോൾ തോന്നുന്നത് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. റഷ്യയും ചൈനയും പ്രത്യക്ഷവും പരോക്ഷവുമായി പിന്തുണയും സഹായങ്ങളും ഇതിനകം ഇറാന് നൽകി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ യുദ്ധ ഉപകരണങ്ങൾ അവർക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക ഉണ്ട് എന്നുള്ള കാര്യം മാധ്യമം അവരുടെ എഡിറ്റോറിയൽ പറയുന്നു. അതുകൊണ്ട് ഇത് തുടർന്നുകൂടാ, ഇത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ് എന്ന് പറയുന്നു. അത് നിർത്തുമോ എന്ന് നമുക്ക് ഒരിക്കലും ആശിക്കാനല്ലാതെ പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇങ്ങനെ നിരവധി വാർത്തകൾ ഇന്നുണ്ട്. തിരിച്ച് സേതുവിലേക്ക്.